ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഷ് PSC. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതിനെന്താണ് പറഞ്ഞാൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന കാലം മുതൽ അവർക്ക് നമ്മളുമായി സംസാരിക്കാനും ഇടപെടാനും അവരുടെ കച്ചവട തന്ത്രങ്ങൾ, അവരുടെ നിയന്ത്രണങ്ങൾ എല്ലാം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവർക്കൊരു മീഡിയേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് നമുക്കൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം തരേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലാകുകയും അല്ലെങ്കിൽ അവർ നിർബന്ധിതരാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തൊട്ട് ഇന്ത്യയിലെ ഈ അടുത്ത് വരെ നടന്നിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്വാതന്ത്ര്യത്തിന് മുന്നുമുള്ള ഒരുപാട് വിദ്യാഭ്യാസ കമ്മീഷനുകളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഇന്ത്യയിലെ വിദ്യാഭ്യാസമായി ഒരുപാട് പരിഷ്കാരങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ നമുക്ക് പറയാം 1813 ചാർട്ടർ ആക്ട്. 1813 ചാർട്ടർ ആക്ടിൽ നിന്നാണ് വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ തുടക്കം. ചാർട്ടർ ആക്ടുകൾ പലതുണ്ട്, പക്ഷെ തുടക്കം എന്ന് പറയുന്നത് 1813 ചാർട്ടർ ആക്ടിൽ നിന്നാണ്. അതായത് ഇംഗ്ലീഷുകാർക്ക് നമുക്ക് അവരുടെ എഡ്യൂക്കേഷൻ, നമ്മൾക്ക് സംസാരിക്കാനുള്ള മാധ്യമമായ അവരുടെ ഭാഷ നമ്മളിൽ മനസ്സിലാക്കി തരാൻ നമ്മളെ പഠിപ്പിക്കാനുള്ള ആവശ്യകതയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് ചാർട്ടർ ആക്ടിലൂടെ അവർ വിദ്യാഭ്യാസം നമ്മൾക്ക് നൽകുന്നത്. അത് കഴിഞ്ഞ് മെക്കാളെ മിനിറ്റ്സ് 1835 മെക്കാളെ മിനിറ്റ്സ്, 1854 വുഡ്സ് ഡെസ്പാച്ച്, പിന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ അതായത് ഹണ്ടർ കമ്മീഷൻ 1882 to 83, പിന്നെ വാർധ സ്കീം ഗാന്ധിജിയുടേതാണ്. ഓക്കെ, അതിനുശേഷം വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം. ആദ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പേ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് 1813 ചാർട്ടർ ആക്ട്, 1835 മെക്കാളെ മിനിറ്റ്സ്, 1854 വുഡ്സ് ഡെസ്പാച്ച്, ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ അഥവാ ഹണ്ടർ കമ്മീഷൻ 1882-83, വാർധ സ്കീം 1937-38 വാർധ സ്കീം എന്നിവ. അടുത്തത് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948-49, അതായത് സ്വാതന്ത്ര്യം ലഭിച്ച അടുത്ത വർഷം മുതൽ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952-53, 1956 അടിസ്ഥാന വിദ്യാഭ്യാസം. കോട്ടാരി കമ്മീഷൻ 1964-66, ദേശീയ വിദ്യാഭ്യാസ നയം 1968, ദേശീയ വിദ്യാഭ്യാസ നയം 1986, ആചാര്യ രാമമൂർത്തി കമ്മിറ്റി 1990-91, ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി 1991-92, എഷ്ബാൽ കമ്മിറ്റി റിപ്പോർട്ട് 1993. ഇവയൊക്കെയാണ് വിദ്യാഭ്യാസ കമ്മീഷനുകൾ, സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന വിദ്യാഭ്യാസ കമ്മീഷനുകൾ. പിന്നെ സൈക്യ കമ്മിറ്റി 1996-97, പിന്നെ അവസാനം വന്ന 2020 ദേശീയ വിദ്യാഭ്യാസ നയം. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളെക്കുറിച്ച് പഠിക്കാം. 1813 ചാർട്ടർ ആക്ട് അതെന്താണ് പറഞ്ഞാൽ ഇന്ത്യൻ ജനതയ്ക്ക് വിദ്യാഭ്യാസം നൽകാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർബന്ധിതമാണ്. അത് ഞാൻ പറഞ്ഞു. അവരുടെ വ്യാപാര വ്യവസായ നിയമങ്ങളെല്ലാം നമ്മളിലേക്ക് മനസ്സിലാക്കി തരാനും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനും എങ്ങനെയാണെങ്കിലും അവർക്ക് എപ്പോഴും ഒരു മീഡിയേറ്റർ വേണമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് അവരുടെ എഡ്യൂക്കേഷൻ നമുക്ക് തരികയാണ് പറഞ്ഞാൽ അത് അവർക്ക് കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് വിദ്യാഭ്യാസം നൽകാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർബന്ധിതമായി. 1813 അവർ അതിനുവേണ്ടി ചാർട്ടർ ആക്ട് കൊണ്ടുവന്നത്. 1813 ചാർട്ടർ ആക്ടിൽ 43-ാം വകുപ്പായി ഒരു ഭേദഗതി കൂടിച്ചേർത്തു. ഈ ഭേദഗതിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന രേഖയായി പരിണമിച്ചത്. അതായത് 1813 ചാർട്ടർ ആക്ട് മുഖേനയാണ് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. അതിൽ വന്ന 43-ാം വകുപ്പായി ഒരു ഭേദഗതി കൂടിച്ചേർത്തുകൊണ്ടാണ് ഇവിടെ എഡ്യൂക്കേഷന് അടിസ്ഥാനമിട്ടത് എന്ന് പറയാം. അതായത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന രേഖയായി പരിണമിച്ചത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 1813 ചാർട്ടർ ആക്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർബന്ധിതമായത് കാരണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് ഏറ്റെടുക്കേണ്ടി വന്നത്. അതിൻ്റെ ആദ്യത്തെ പടിയായിരുന്നു 1813 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മെക്കാളെ മിനിറ്റ്സ്. നമ്മൾ പറഞ്ഞു മെക്കാളെ മിനിറ്റ്സ് എപ്പോഴായിരുന്നു? 1835 മെക്കാളെ മിനിറ്റ്സ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭു വിദ്യാഭ്യാസത്തിൻ്റെ ജനറൽ കമ്മിറ്റി
പ്രസിഡന്റായി മെക്കാളെ പ്രഭുവിനെ നിയമിച്ചു. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെന്റിക് പ്രഭുവാണ് വിദ്യാഭ്യാസത്തിൻ്റെ ജനറൽ കമ്മിറ്റി പ്രസിഡന്റായി ആരെ നിയമിച്ചത്? മെക്കാളെ പ്രഭുവിനെ നിയമിച്ചത്. ഇന്ത്യയിൽ 1835 മുതലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഗതി നിർണ്ണയിച്ച നയരേഖയായിരുന്നു മെക്കാളെ മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു പ്രധാന വ്യക്തിയായി മെക്കാളെ പ്രഭു അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1813 ചാർട്ടർ ആക്ട് നമ്മൾ പറഞ്ഞു. 1813 ചാർട്ടർ ആക്ടിൽ 43-ാം വകുപ്പായി ഭേദഗതി കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നുണ്ട്. ആ 43-ാം വകുപ്പ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഉപദേശം നൽകാൻ മെക്കാളെ പ്രഭുവിനോട് ഗവർണർ ജനറൽ നിർദ്ദേശിച്ചു. അപ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? വില്യം ബെന്റിക് പ്രഭു ആയിരുന്നു. വിദ്യാഭ്യാസ ജനറൽ കമ്മിറ്റി പ്രസിഡന്റ് ആരായിരുന്നു? മെക്കാളെ പ്രഭു. അപ്പോൾ 1813 ചാർട്ടർ ആക്ടിലെ 43-ാം വകുപ്പ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഉപദേശം നൽകാൻ മെക്കാളെ പ്രഭുവിനോട് ഗവർണർ ജനറൽ നിർദ്ദേശിച്ചു. അപ്പം 43-ാം വകുപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയതാണ് മെക്കാളെ മിനിറ്റ്സ് എന്ന് പറയുന്നത്. 1835 റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ 1835 മുതലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഗതി നിർണ്ണയിച്ച നയരേഖയായിരുന്നു മെക്കാളെ മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയായി മെക്കാളെ പ്രഭു അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. വുഡ് ഡെസ്പാച്ച് 1854. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട, ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന അടിസ്ഥാന രേഖയാണിത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണ ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന സർ ചാൾസ് വുഡ്സ് മെക്കാളെ മിനിറ്റ്സ് നടപ്പിലാക്കിയ 1835 തന്നെ ബ്രിട്ടീഷ് സെക്കൻഡറി വിദ്യാഭ്യാസം ഒരു പരീക്ഷണം എന്ന നിലയിൽ ഇന്ത്യയിൽ പ്രയോഗിച്ചു. അതായത് 1835 വന്ന നമ്മുടെ മെക്കാളെ മിനിറ്റ്സ്, ആ മെക്കാളെ മിനിറ്റ്സ് നടപ്പിലാക്കിയ ആ കാലത്ത് തന്നെ ഇദ്ദേഹം ഒരു സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന നിലയിൽ, ഒരു പരീക്ഷണം എന്ന നിലയിൽ ഇന്ത്യയിൽ പ്രയോഗിച്ചു. തുടർന്നുള്ള പല വർഷങ്ങളിലായി 1854 34 ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ 1854 34 ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത്. വുഡ്സ് ഡെസ്പാച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വുഡ്സ് ഡെസ്പാച്ചിൻ്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി ആക്ട് 1857 പാസ്സാക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ രൂപീകരിച്ചു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 3 കഴിഞ്ഞു. 1813 ചാർട്ടർ ആക്ട്, പിന്നെ 1835 മെക്കാളെ മിനിറ്റ്സ്, 1854 വുഡ്സ് ഡെസ്പാച്ച്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഹണ്ടർ കമ്മീഷനെ കുറിച്ചിട്ടാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. ഹണ്ടർ കമ്മീഷൻ 1882-83 ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന റിപ്പൺ പ്രഭു 1882 വില്യം ഹണ്ടർ ചെയർമാനായ ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന റിപ്പൺ പ്രഭു 1882 വില്യം ഹണ്ടർ ചെയർമാനായ ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണ് കമ്മീഷനിലുണ്ടായത്. അതായത് ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങൾ. 1854 വുഡ്സ് ഡെസ്പാച്ചിൽ പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക രീതികൾ നിർദ്ദേശിക്കുക, പ്രൈമറി വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ശുപാർശകൾ സമർപ്പിക്കുക തുടങ്ങിയവയായിരുന്നു കമ്മീഷൻ്റെ പ്രധാന ചുമതല. അപ്പോൾ കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്താണെന്ന് പറഞ്ഞാൽ 1854 വുഡ്സ് ഡെസ്പാച്ചിൽ പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക രീതികൾ നിർദ്ദേശിക്കുക, പ്രൈമറി വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ശുപാർശകൾ സമർപ്പിക്കുക തുടങ്ങിയവയായിരുന്നു കമ്മീഷൻ്റെ പ്രധാന ചുമതലകൾ. ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അറിയപ്പെടുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ വന്നതിൽ നോക്കിയാൽ ഒന്നിനെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോഴുള്ള 4 വന്നിരിക്കുന്നത്. ചാർട്ടർ ആക്ടിലെ 43-ാം വകുപ്പിനെ കണക്ട് ചെയ്തിട്ടാണ് മെക്കാളെ മിനിറ്റ്സ് വന്നിട്ടുള്ളത്. മെക്കാളെ മിനിറ്റ്സിനെ തന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആ വർഷത്തിൽ തന്നെ സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന നിലയിലാണ് വുഡ്സ് ഡെസ്പാച്ച് വന്നത്. അതിനുശേഷം അതിനെ തന്നെ പിന്തുണച്ചുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഹണ്ടർ കമ്മീഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത ഒന്നും കൂടിയുണ്ട്, വാർധ സ്കീം. വാർധ സ്കീം എപ്പോഴായിരുന്നു? 1937-38. എലിമെൻ്ററി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചു ദേശീയ തലത്തിൽ നടത്തിയ ആദ്യ പഠനമാണിത്. സക്കീർ ഹുസൈൻ കമ്മിറ്റി, വാർധ സ്കീം എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. അപ്പോൾ വാർധ സ്കീം വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, അതാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ വീക്ഷണങ്ങളാണ് ഈ വിദ്യാഭ്യാസ കമ്മിറ്റിക്ക് ആധാരം. നമ്മൾ മഹാത്മാഗാന്ധിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ വാർധ സ്കീമിനെ കുറിച്ച് അതിൽ
ഇടയിൽ വരുന്നുണ്ട് കേട്ടോ. 1937 വാർധയിൽ വെച്ച് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ അധ്യക്ഷനായ കമ്മിറ്റിക്ക് രൂപം നൽകി. 1938 പ്രസിദ്ധീകരിച്ച ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 1937 വാർധയിൽ വെച്ച് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ അധ്യക്ഷനായ കമ്മിറ്റിക്ക് രൂപം നൽകി. 1938 പ്രസിദ്ധീകരിച്ച ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു അഖിലേന്ത്യാ ബോർഡിന് കൂടി രൂപം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു അഖിലേന്ത്യാ ബോർഡിനും രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 സ്വാതന്ത്ര്യത്തിന് മുമ്പ് വന്ന ഒരു 5 വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന നിലയിലല്ല വന്നത്, ചാർട്ടർ ആക്റ്റൊക്കെ വന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഇംഗ്ലീഷുകാർ അതിൽ നിർബന്ധിതരായതായിരുന്നു. 1813 ചാർട്ടർ ആക്ട്, മെക്കാളെ മിനിറ്റ്സ് 1835, വുഡ്സ് ഡെസ്പാച്ച് 1854, ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഹണ്ടർ കമ്മീഷൻ 1882-83, പിന്നെ വാർധ സ്കീം, അതായത് നമ്മുടെ സക്കീർ ഹുസൈൻ കമ്മിറ്റി എന്നുകൂടി അറിയപ്പെടുന്ന വാർധ സ്കീം 1937-38. ഓക്കെ, അടുത്തത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഇന്ത്യയിൽ വന്ന സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് അടുത്തത് പറയാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948-49, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952-53, 1956 അടിസ്ഥാന വിദ്യാഭ്യാസം, കോട്ടാരി കമ്മീഷൻ 1964-66, ദേശീയ വിദ്യാഭ്യാസ നയം 1968, ദേശീയ വിദ്യാഭ്യാസ നയം 1986, ദേശീയ വിദ്യാഭ്യാസ നയം 1968-86. ആ 8-നെ 6 അങ്ങും മാറ്റിയിട്ടാൽ മതി. ഓക്കെ, ആചാര്യ രാമമൂർത്തി കമ്മിറ്റി 1990-91, ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി 1991-92, യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് 1993. അടുത്തത് നമുക്കിനി ഓരോരോ കമ്മിറ്റിയെക്കുറിച്ച് നോക്കാം. സൈക്യ കമ്മിറ്റി 1996-97, ദേശീയ വിദ്യാഭ്യാസ നയം 2020. ഓക്കെ, അടുത്തത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948-49. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാനായി 1948 രൂപവത്കരിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. 1948-49 ഇന്ത്യയിലെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാനായ 1948 രൂപവത്കരിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണിത്. ഇന്ത്യയിലെ സർവകലാ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളും അവയുടെ നവീകരണവുമാണ് ഈ കമ്മീഷന്റെ പഠന വിഷയം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1949 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനി ഈ കമ്മീഷനിൽ പറയുന്ന ശുപാർശകൾ നോക്കാം. എല്ലാ യൂണിവേഴ്സിറ്റികളും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആരംഭിക്കണമെന്നും പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കണമെന്നും ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപവത്കരിക്കുക, ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കുക, സ്ത്രീകൾക്ക് മാത്രമായി കോളേജുകളും യൂണിവേഴ്സിറ്റികളും സ്ഥാപിക്കണം, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും വേണം എന്നതൊക്കെയായിരുന്നു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ശുപാർശകൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാൻ 1948 ഈ കമ്മീഷൻ വന്നത്. ഇന്ത്യയിലെ സർവകലാ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളും അവയുടെ നവീകരണമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു ഇത്. ഇനി ഇതിലെ ശുപാർശകൾ: എല്ലാ യൂണിവേഴ്സിറ്റികളും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആരംഭിക്കണമെന്നും പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കണമെന്നും ഗവേഷണം പ്രോത്സാഹിപ്പിക്കണമെന്നും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപവത്കരിക്കണമെന്നും ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കണമെന്നും സ്ത്രീകൾക്ക് മാത്രമായി കോളേജുകളും യൂണിവേഴ്സിറ്റികളും സ്ഥാപിക്കണമെന്നും യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുമാണ് ഇവയിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. 1952-53 ഇന്ത്യയിലെ സ്കൂൾ തല വിദ്യാഭ്യാസം നവീകരിക്കണമെന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഉപദേശക ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം 1952 ഇന്ത്യ ഗവൺമെൻറ് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷന് രൂപം നൽകി. അപ്പോൾ ഇന്ത്യയിൽ സ്കൂൾ തല വിദ്യാഭ്യാസം നവീകരിക്കണമെന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഉപദേശക ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാറായിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ. മുതലിയാർ കമ്മിറ്റി എന്നും അതറിയപ്പെടുന്നു. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ തന്നെ മുതലിയാർ കമ്മീഷൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിലവിൽ
നിലവിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാനും അതിൻ്റെ പുരോഗതിക്കും നവീകരണത്തിനുമായുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മുതലിയാർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. 1953 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അടുത്തത് ശുപാർശകൾ. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് മുൻപ് പ്രൈമറി വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കണമെന്നും അടിസ്ഥാന പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷവും അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം 4 വർഷവും ആക്കണം. സെക്കൻഡറി തലത്തിൽ 3 വർഷത്തെ ജൂനിയർ സെക്കൻഡറി അഥവാ സീനിയർ ബേസിക് ഘട്ടം ഉണ്ടായിരിക്കണം. 4 വർഷം നീണ്ടു നിൽക്കുന്ന ഹയർ സെക്കൻഡറി ഘട്ടവും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. സെക്കൻഡറി തലത്തിൽ 3 വർഷത്തെ ജൂനിയർ ഘട്ടവും അല്ലെങ്കിൽ സീനിയർ ബേസിക് ഘട്ടം ഉണ്ടായിരിക്കണം. 4 വർഷം നീണ്ടു നിൽക്കുന്ന ഹയർ സെക്കൻഡറി ഘട്ടവും ഉണ്ടായിരിക്കണമെന്നാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറയുന്നത്. 1952-53 ഇതിനെ തന്നെ മുതലിയാർ കമ്മിറ്റി എന്നും പറയുന്നു. അടുത്തത് 1956 അടിസ്ഥാന വിദ്യാഭ്യാസം. 1956 അടിസ്ഥാന വിദ്യാഭ്യാസം വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ജി രാമചന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ഒരു വിലയിരുത്തൽ കമ്മിറ്റി നിയമിച്ചു. അടിസ്ഥാന വിദ്യാഭ്യാസം വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ജി രാമചന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ഒരു വിലയിരുത്തൽ കമ്മിറ്റിയെ നിർദ്ദേശിച്ചു. ഒരു കമ്മിറ്റി രാജ്യത്തുടനീളം സഞ്ചരിച്ച് അടിസ്ഥാന വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, യൂണിവേഴ്സിറ്റി, പൊതുഭരണം, അടിസ്ഥാന അധ്യാപക പരിശീലനം, അടിസ്ഥാന സ്കൂളുകൾ, പൊതുജനം എന്നിങ്ങനെ 7 ഹെഡുകളിലായി സമർപ്പിച്ചു. അപ്പോൾ ഇവർ ഈ നിർദ്ദേശങ്ങൾ എവിടേക്കാണ് സമർപ്പിച്ചത്? ഇന്ത്യ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, യൂണിവേഴ്സിറ്റി, പൊതുഭരണം, അടിസ്ഥാന അധ്യാപക പരിശീലനം, അടിസ്ഥാന സ്കൂളുകൾ, പൊതുജനം എങ്ങനെ 7 ഹെഡുകളിലായിട്ടാണ് ഇവരിത് സമർപ്പിച്ചത്. ഓക്കെ. അടുത്തത് കോട്ടാരി കമ്മീഷൻ. 1964-66 കോട്ടാരി കമ്മീഷൻ. ഇന്ത്യ ഗവൺമെൻറ് 1964 പുറപ്പെടുവിച്ച ഒരു പ്രമേയത്തിലൂടെയാണ് കോട്ടാരി കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. അപ്പോൾ 1964 ഒരു പ്രമേയത്തിലൂടെയാണ് കോട്ടാരി കമ്മീഷൻ വന്നത്. ആകെ 17 അംഗങ്ങളുണ്ടായിരുന്ന കമ്മീഷൻ്റെ ചെയർമാൻ അന്നത്തെ UGC ചെയർമാനായിരുന്ന DS കോട്ടാരി ആയിരുന്നു. ഒരു വിദ്യാഭ്യാസ പാറ്റേൺ തയ്യാറാക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളിലേക്കുള്ള പൊതു തത്വങ്ങളും പോളിസികളും രൂപപ്പെടുത്തുക എന്നിവയായിരുന്നു കമ്മിറ്റിയുടെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു വിദ്യാഭ്യാസ പാറ്റേൺ വേണം, ആ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പൊതു തത്വങ്ങളും പോളിസികളും ജനറൽ പ്രിൻസിപ്പിൾ ആൻഡ് പോളിസീസ് രൂപപ്പെടുത്തുക. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി കമ്മീഷൻ 12 ടാസ്ക് ഫോഴ്സും 7 വർക്കിംഗ് ഗ്രൂപ്പും രൂപവൽക്കരിച്ചു. അപ്പോൾ എത്ര എണ്ണമാണ് വന്നത്? 12 ടാസ്ക് ഫോഴ്സും 7 വർക്കിംഗ് ഗ്രൂപ്പും. 1966 ജൂണിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നായിരുന്നു 3 ഭാഗങ്ങളുള്ള റിപ്പോർട്ടിൻ്റെ പേര്. അപ്പോൾ കോട്ടാരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേരെന്തായിരുന്നു? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ശുപാർശകൾ പറയാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. സംസ്ഥാന തലങ്ങളിൽ ത്രിഭാഷാ ഫോർമുല നടപ്പിലാക്കുക. അതായത് പ്രാദേശിക ഭാഷ, സംസ്കൃതം, അന്തർഭാഷകൾ അതായത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്നിവ പ്രോത്സാഹിപ്പിക്കുക. പെൺകുട്ടികൾക്ക്, പിന്നോക്ക വിഭാഗക്കാർക്ക്, ഗോത്ര വിഭാഗക്കാർക്ക് ഇങ്ങനെ പിന്നോക്കം നിൽക്കുന്നവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ശാസ്ത്രത്തിനും ഗണിതത്തിനും പ്രാധാന്യം നൽകി അവ വിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കുക. സർവകലാശാല തലത്തിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക. ഇതൊക്കെയായിരുന്നു അവയുടെ ശുപാർശകൾ. 6 മുതൽ 14 വരെയുള്ളവർക്ക് സൗജന്യ വിദ്യാഭ്യാസം, ത്രിഭാഷാ ഫോർമുല അതായത് പ്രാദേശിക ഭാഷ, സംസ്കൃതം, അന്തർരാഷ്ട്ര ഭാഷകൾ. പിന്നെ പറയുന്നത് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരായ പിന്നോക്ക വിഭാഗം, പെൺകുട്ടികൾ, ഗോത്രവർഗക്കാരുടെ എഡ്യൂക്കേഷൻ. പിന്നെ ശാസ്ത്രത്തിനും ഗണിതത്തിനും പ്രാധാന്യം നൽകുക. പിന്നെ സർവകലാശാല വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിഷ്കാരങ്ങൾ. ഇതിൽ പ്രധാന മാറ്റങ്ങൾ എന്താണ് പറഞ്ഞാൽ, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ബിൽ പാർലമെൻറ്റ് പാസാക്കി. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ 10 +2 +3 പാറ്റേണിലേക്ക് മാറ്റി. അതായത് 10 +2 +3 പാറ്റേണിലേക്ക് മാറ്റി. അങ്ങനെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നു. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കേന്ദ്ര ബോർഡ്, സംസ്ഥാന ബോർഡ് എന്നിങ്ങനെ 2ആയി തരംതിരിച്ചു. ഓക്കെ, അടുത്തത് ദേശീയ വിദ്യാഭ്യാസ നയം 1968. ഇത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടെണ്ണം 1968 1986. ഒന്ന് ഇന്ദിരാഗാന്ധിയുടെയും രണ്ടാമത്തെ രാജീവ് ഗാന്ധിയുടെയുമാണ്. ആദ്യം നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ നോക്കാം. കോട്ടാരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയമാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. ദേശീയോദ്ഗ്രഥനം, സാംസ്കാരിക സാമ്പത്തിക വികസനം, വിദ്യാഭ്യാസത്തിനുള്ള അവസരം എല്ലാവർക്കും ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സമൂലമായ മാറ്റങ്ങളാണ് നയം നിർദ്ദേശിച്ചത്. സെക്കൻഡറി തലത്തിൽ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്നും ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ എന്നിവയ്ക്ക് പുറമെ ഹിന്ദിയും പഠിപ്പിക്കണമെന്നും ഇതിലൂടെ നിർദ്ദേശിച്ചു. അതായത് സെക്കൻഡറി വിദ്യാഭ്യാസം പ്രാദേശിക ഭാഷ കൂടാതെ, ഇംഗ്ലീഷും പ്രാദേശിക ഭാഷയും കൂടാതെ ഹിന്ദി കൂടി പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയം 1968 കേട്ടോ. ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ 6% ദേശീയ വരുമാനത്തിൻ്റെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്കായി വകയിരുത്തണമെന്നും വിദ്യാഭ്യാസ നയത്തിലുണ്ട്. അടുത്തത് നമുക്ക് ദേശീയ വിദ്യാഭ്യാസ നയം 1986. അത് ഞാൻ പറഞ്ഞു, ഇത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. 1968 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഓക്കെ. ഇതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലത്താണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചത്. പിന്നോക്ക വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇത് തന്നെയാണ് നമ്മൾ കോട്ടാരി കമ്മീഷനിലും പറഞ്ഞത്. സ്ത്രീകൾക്ക്, പിന്നെ പിന്നോക്ക വിഭാഗം, ഗോത്രവർഗ്ഗക്കാർക്കൊക്കെ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞു. ഇതിൽ അത് തന്നെയാണ് പറയുന്നത്. പിന്നോക്ക വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. വിദ്യാഭ്യാസം എന്നത് ഇന്നിൻ്റെയും നാളെയുടെയും ഒരേ ഒരു മൂലധനമാണ് എന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാന തത്വം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? വിദ്യാഭ്യാസം എന്നത് ഇന്നിൻ്റെയും നാളെയുടെയും ഒരേ ഒരു മൂലധനമാണ് എന്നതാണ്. ഓക്കെ. അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ആജീവനാന്ത വിദ്യാഭ്യാസം, ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്നത് വിദ്യാഭ്യാസ പ്രക്രിയയുടെ മുദ്രാവാക്യമാക്കണം. ആവശ്യ പഠന നിലവാരം, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ഉറപ്പാക്കണം. അധ്യാപകൻ്റെ പദവി സമൂഹത്തിൽ വളരെ മാന്യത ഉള്ളതാക്കണം. പിന്നോക്ക വിഭാഗക്കാർക്കായി പ്രത്യേക സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുക. ഈ വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകരെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതായത് പിന്നോക്ക വിഭാഗക്കാർക്ക് എഡ്യൂക്കേഷൻ നൽകുന്നത് കൂടാതെ അവർക്ക് വേണ്ടി സ്കോളർഷിപ്പ്, അവരിൽ നിന്ന് തന്നെ അധ്യാപകന്മാരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ നൽകുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഈ നയത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രൈമറി വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓക്കെ. അടുത്തത് പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നമ്മൾ കോട്ടാരി കമ്മീഷനിൽ പറഞ്ഞായിരുന്നു. അതിൽ തന്നെയാണ് സ്ത്രീകളുടെയൊക്കെ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞത്. അതേ ഇത് തന്നെയാണ് സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ, പിന്നോക്ക വിഭാഗക്കാരുടെ എഡ്യൂക്കേഷൻ തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 1986 പറയുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വരുന്നത് 1986 കേട്ടോ. ഓക്കെ. ആചാര്യ രാമമൂർത്തി കമ്മിറ്റിയാണ് അടുത്തത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം അവലോകനം ചെയ്യുന്നതിനായി 1990 ആചാര്യ രാമമൂർത്തി അധ്യക്ഷനായ കമ്മിറ്റി രൂപവൽക്കരിച്ചു. അതായത് നമ്മുടെ രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ദേശീയ വിദ്യാഭ്യാസ നയം അവലോകനം ചെയ്യുന്നതിനാണ് 1990 ആചാര്യ രാമമൂർത്തി കമ്മിറ്റി വന്നത്. 1991 കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. ഇങ്ങനെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ നടപ്പാക്കലും പുനരവലോകനം ചെയ്യുക, വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സമയക്രമം ഉൾപ്പെടെയുള്ള പ്രവർത്തന രേഖ നിർദ്ദേശിക്കുക എന്നൊക്കെയായിരുന്നു. 90 ആചാര്യ രാമമൂർത്തി അധ്യക്ഷനായി. എന്തിനു വേണ്ടി? 1986 നമ്മുടെ വിദ്യാഭ്യാസ നയം അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ട് 91 റിപ്പോർട്ട് സമർപ്പിച്ചു. അടുത്തത് വരുന്നത് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 1991-92 രാമമൂർത്തി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി 1991 ജൂലൈയിൽ ജനാർദ്ദന റെഡ്ഡിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചു. രാമമൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കമ്മീഷൻ പരിശോധിക്കുകയും വിദ്യാഭ്യാസ നയത്തിൽ മാറ്റങ്ങളുടെ ആവശ്യമില്ല, എന്നാൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഏറെ മാറ്റങ്ങൾക്ക് വിധേയമാണെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. 1992 ജനുവരിയിൽ സമർപ്പിച്ച കമ്മീഷൻ റിപ്പോർട്ട് ദേശീയ പ്രവർത്തന പരിപാടി എന്നറിയപ്പെട്ടു. അപ്പോൾ ജനാർദ്ദന കമ്മിറ്റി റിപ്പോർട്ട് അറിയപ്പെട്ടത്
ദേശീയ പ്രവർത്തന പരിപാടി എന്നാണ്. അദ്ദേഹം എന്താ പറയുന്നത് പറഞ്ഞാൽ ഗ്രാമപൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അതിൽ പറഞ്ഞ പോലെ കമ്മീഷൻ പരിശോധിച്ചിട്ട് വിദ്യാഭ്യാസ നയത്തിന് മാറ്റങ്ങളിൽ പ്രത്യേക ആവശ്യമൊന്നുമില്ല എന്നാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി പറഞ്ഞത്. അടുത്ത് പറയുന്നത് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ്. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഓക്കെ. 1993 കേന്ദ്ര വിഭവ വകുപ്പ് മന്ത്രാലയം നിയമിച്ച നാഷണൽ അഡ്വൈസറി കമ്മിറ്റിയാണ് കേട്ടോ. ഇത് നാഷണൽ അഡ്വൈസറി കമ്മിറ്റിയാണ്. ഭാരമില്ലാത്ത പഠനം എന്ന ഔപചാരിക പേരിട്ടിരിക്കുന്ന യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സ്കൂൾ തലത്തിൽ എല്ലാ കുട്ടികളുടെയും പഠനഭാരം കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. അതിൻ്റെ ശുപാർശ എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ, പിന്നെ പഠനത്തിലെ നിലവാര തകർച്ച പരിശോധിക്കുന്നതിനാണ് പ്രധാനമായി ഇത് ഊന്നൽ നൽകിയത്. ശുപാർശകൾ പറഞ്ഞിട്ട് പാഠപുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കുക, പാഠ്യപദ്ധതി വികേന്ദ്രീകരിക്കുക, അധ്യാപക പരിശീലനം പരിഷ്കരിക്കുക, ശിശു സൗഹൃദ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക, ശിശുക്കൾക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തത് സൈക്യ കമ്മിറ്റി. 1996-97 സൈക്യ കമ്മിറ്റി വന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ 1996 കേന്ദ്ര മാനവ വികസന വകുപ്പ് മന്ത്രി മുഹിറാം സൈക്യ അധ്യക്ഷനായി. ആരാണ്? കേന്ദ്ര മാനവ വികസന വകുപ്പ് മന്ത്രിയായ മുഹിറാം സൈക്യ അധ്യക്ഷനായ കമ്മിറ്റിയെ നിയമിച്ചു. അന്തിമ റിപ്പോർട്ട് 1977 ജനുവരിയിൽ സമർപ്പിച്ചു. അടുത്ത ഇവയുടെ ശുപാർശകൾ പറയാം. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കുന്നത് സംബന്ധിച്ച് ഭരണഘടനയിലെ 73-74 ഭേദഗതികൾ പ്രകാരമുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് നൽകണം. അതായത് 73-74 ഭേദഗതികൾ പ്രകാരമുള്ള നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് നൽകണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 350A പ്രകാരം മാതൃഭാഷയിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രൈമറി പഠനം നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സംസ്ഥാനങ്ങൾ ഒരുക്കിക്കൊടുക്കണം. പ്രാഥമിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സംസ്ഥാനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചു. അതായത് മാതൃഭാഷയിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രൈമറി പഠനം നിർവഹിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കണ്ടിട്ടോ, ഒരു പെൻസിലിൻ്റെ ഇപ്പുറത്തും ഇങ്ങനെ കുട്ടികൾ ഇരുന്നിട്ടുള്ള ഒരു ചിത്രം കണ്ടിട്ടില്ലേ? അതാണ് കേട്ടോ. അടുത്തത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഓക്കെ, 21-ാം നൂറ്റാണ്ടിലെ ആദ്യ വിദ്യാഭ്യാസ നയമാണിത്. ഓക്കെ, 21-ാം നൂറ്റാണ്ടിലെ ആദ്യ വിദ്യാഭ്യാസ നയമാണിത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മൊത്തം എൻറോൾമെൻറ്റ് അനുപാതം അതായത് GER 2035 26.3% നിന്ന് 50% ഉയർത്താനാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ലക്ഷ്യമിടുന്നത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പുനഃപരിശോധിക്കുന്നതിനാണ് പുതിയ നയം. പ്രീ പ്രൈമറി തൊട്ട് ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസ പ്രക്രിയയിലെ തുല്യത, ഗുണമേന്മ, പ്രാപ്യത, ഉത്തരവാദിത്തം എന്നീ മൗലിക തത്വങ്ങളെ ഉൾക്കൊണ്ട് നടപ്പിലാക്കാനാണ് നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രീ പ്രൈമറി ടു ഗവേഷണം വരെയുള്ള ഇതിലെ പ്രക്രിയയിലെ തുല്യത, ഗുണമേന്മത, പ്രാപ്യത, ഉത്തരവാദിത്തം എന്നീ മൗലിക തത്വങ്ങൾ ഉൾക്കൊണ്ട് നടപ്പിലാക്കാനാണ് നയം ഉദ്ദേശിക്കുന്നത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പുനഃസ്ഥാപിക്കുക. അതായത് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഇതിന് സവിശേഷത എന്താണെന്ന് വെച്ചാൽ, പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി തലം വരെ വിദ്യാഭ്യാസത്തിന് സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുന്നു. നിലവിലെ 10+2 ഘടന 5+2+3+2 എന്നിവ ഒഴിവാക്കി പകരം 5+3+3+4 എന്ന രീതി സ്കൂൾ പാഠ്യപദ്ധതിയിൽ ക്രമീകരിച്ചപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? 10+2 അതായത് 5+2+3+2 അത് മാറ്റി 5+3+3+4 എന്ന രീതിയിൽ സ്കൂൾ പാഠ്യപദ്ധതി ക്രമീകരിക്കും. 12 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പുറമെ 3 വർഷത്തെ അങ്കണവാടി പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ 3 പ്രീ സ്കൂൾ അങ്കണവാടി പിന്നെ
LKG UKG വരില്ല. അതുപോലെ 3 വർഷത്തെ അങ്കണവാടി പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും. പിന്നെ ശിശുപരിപാലനത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ദേശീയ പാഠ്യപദ്ധതിയിൽ ബോധനശാസ്ത്ര ചട്ടക്കൂടും വികസിപ്പിക്കും. സാക്ഷരരാകാനും സംഖ്യകൾ തിരിച്ചറിയാവുന്നതിനുമുള്ള അടിസ്ഥാന പാഠ്യത്തിന് പ്രാധാന്യം നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് വൈവിധ്യമാർന്ന വിഷയങ്ങളുടെ തെരഞ്ഞെടുപ്പിന് അവസരമൊരുക്കിക്കൊണ്ടുള്ള സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കണം. കലയും ശാസ്ത്രത്തിനും പാഠ്യപദ്ധതിയിൽ പ്രാധാന്യം നൽകി 6ാം ക്ലാസ് മുതൽ സ്കൂളുകളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആരംഭിക്കും. കുറഞ്ഞത് 5ാം ക്ലാസ് വരെയെങ്കിലും അധ്യയന മാധ്യമമായി മാതൃഭാഷയ്ക്ക് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയ്ക്ക് ഊന്നൽ നൽകണം. 5ാം ക്ലാസ് വരെയെങ്കിലും എന്തിന് ഊന്നൽ നൽകണമെന്നാണ് പറയുന്നത്? മാതൃഭാഷ, അതായത് പ്രാദേശിക ഭാഷ. മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ. 6ാം ക്ലാസ് തൊട്ടിട്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഇന്ത്യൻ ആംഗ്യഭാഷയെ രാജ്യത്തുടനീളം ഏകരൂപത്തിലാക്കും. ത്രിഭാഷാ പഠന സംവിധാനം ഉൾപ്പെടെ സംസ്കൃതവും മറ്റ് ക്ലാസിക്കൽ ഭാഷകളും ഇന്ത്യയിലെ സാഹിത്യങ്ങളും പഠിക്കാനുള്ള അവസരം നൽകും. വിദ്യാർത്ഥികളുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പതിവായ മൂല്യനിർണ്ണയ സംവിധാനത്തിലേക്ക് മാറുന്നതിന് NEP 2020 വിഭാവനം ചെയ്യുന്നു. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതാണ് NEP. IIT-കൾ, IIM-കൾ എന്നിവ തുല്യമായി മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കും. IIT-ക്കും IIM എന്നിവയ്ക്ക് തുല്യമായി മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കും. ശക്തമായ ഗവേഷണ സംസ്കാരവും ഗവേഷണ ശേഷിയും വളർത്തിയെടുക്കാനുള്ള ഒരു മികച്ച സ്ഥാപനമായി നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ നിലവിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏതിൽ വരുന്നത്? ദേശീയ വിദ്യാഭ്യാസം 2020 പറഞ്ഞത്. ഇതിൽ ഒരുപാട് പറയേണ്ടത്, കാരണം നിലവിലുള്ള ഘടനയെ മാറ്റിയിട്ടുണ്ട്. 5ാം ക്ലാസ് വരെയുള്ള മാതൃഭാഷയ്ക്കുള്ള ഇമ്പോർട്ടൻ്റ് പറയുന്ന 6ാം ക്ലാസ് മുതൽ നമ്മുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആംഗ്യഭാഷയെ രാജ്യത്തുടനീളം ഏകരൂപത്തിലാക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. IIT, IIM എന്നിവയ്ക്ക് തുല്യമായിട്ട് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസർച്ച് വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ 12 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പുറമെ അങ്കണവാടി, പ്രീ സ്കൂൾ എന്നിവയെക്കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഏതാണ് പറയുന്നത്? ഫസ്റ്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന കമ്മീഷനുകളെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു വെക്കുക. വേഗത്തിൽ എളുപ്പത്തിൽ പറഞ്ഞിട്ട് പോകാം കേട്ടോ. ഫസ്റ്റ് പറഞ്ഞത് എന്താണ് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നാണ്. അത് രാധാകൃഷ്ണൻ, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള എഡ്യൂക്കേഷൻ കമ്മീഷനായിരുന്നു ആദ്യത്തെ. പിന്നെ വന്നത് നമ്മുടെ മുതലിയാർ കമ്മീഷൻ, അതായത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന മുതലിയാർ കമ്മീഷനാണ് രണ്ടാമത് വന്നത്. അവരൊക്കെ പറഞ്ഞതെങ്കിൽ ഓരോന്നും ഒന്നൊന്നിനെ തുടർന്നുകൊണ്ട് വന്നിട്ടുള്ളതായിരുന്നു. പിന്നെ 1956 അടിസ്ഥാന വിദ്യാഭ്യാസം, അത് വന്നിട്ട് G രാമചന്ദ്രൻ്റെ അധ്യക്ഷതയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ വന്നിട്ട് ഈ 7 മേഖലകൾക്ക് 7 ഹെഡുകളായി നിയമിച്ചു പറഞ്ഞു. ഇന്ത്യ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, യൂണിവേഴ്സിറ്റി, പൊതുഭരണം, അടിസ്ഥാന അധ്യാപക പരിശീലനം, അടിസ്ഥാന സ്കൂൾ, പൊതുജനം എന്നിങ്ങനെ 7 ഹെഡുകളായി രാജ്യത്തുടനീളം സഞ്ചരിച്ച് അടിസ്ഥാന വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഈ 7 ഹെഡുകളിലായിട്ട് നൽകിയെന്ന് പറഞ്ഞു. പിന്നെ വന്നത് കോട്ടാരി കമ്മീഷൻ അത്യാവശ്യം വലുതായിരുന്നു. 17 അംഗങ്ങളാണ് അതിലാകെ ഉണ്ടായിരുന്നു പറഞ്ഞു. 12 ടാസ്ക് ഫോഴ്സും 7 വർക്കിംഗ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ 1966 ജൂണിലാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു. പെൺകുട്ടികൾ, പിന്നോക്ക വിഭാഗക്കാർ, പിന്നെ ഗോത്ര വിഭാഗക്കാർക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ നയ സമ്പ്രദായത്തെ 10, +2, +3 എന്നീ നിലവാരത്തിലേക്ക് മാറ്റി. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കേന്ദ്ര ബോർഡ്, സംസ്ഥാന ബോർഡ് എന്നിങ്ങനെ 2ആയി വിഭജിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ദേശീയ വിദ്യാഭ്യാസ നയം 1968 ഇന്ദിരാഗാന്ധിയുടെയും 1986 രാജീവ് ഗാന്ധിയുടേതാണ്. 1968 പറയുന്ന കോട്ടാരി അതിനെക്കുറിച്ച് തന്നെയാണ് ഇതിലും പ്രധാനമായിട്ട് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഇംഗ്ലീഷും മാതൃഭാഷയും കൂടാണ്ട് ഹിന്ദിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തത് ഇന്ദിരാഗാന്ധി കാലത്തുണ്ടായിരുന്ന 1968 വിദ്യാഭ്യാസ നയമായിരുന്നു. പിന്നെ ദേശീയ വരുമാനത്തിന് 6% വിദ്യാഭ്യാസ മേഖലകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയം 68
പിന്നെ വന്ന് 1986 രാജീവ് ഗാന്ധിയുടെ, അത് തന്നെയാണ് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസം 2020 പുനഃസ്ഥാപിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആജീവനാന്ത വിദ്യാഭ്യാസമാണ് ഇതിൻ്റെ മുദ്രാവാക്യം. ആവശ്യ പഠന നിലവാരം ഉറപ്പാക്കുക, അധ്യാപകർക്ക്, അതായത് പിന്നോക്ക വിഭാഗക്കാർക്ക് എഡ്യൂക്കേഷൻ നൽകുക, അവരിൽ നിന്ന് തന്നെ അധ്യാപകരെ കൊണ്ടുവരിക, അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക. പിന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വന്നിട്ട് 1986 രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അടുത്തത് ആചാര്യ രാമമൂർത്തി കമ്മിറ്റി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ നടപ്പിലാക്കലും പുനരവലോകനം ചെയ്യലായിരുന്നു. അതിനെ തുടർന്ന് വന്ന ജനാർദ്ദൻ റെഡ്ഡി എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, രാമമൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കമ്മീഷൻ പരിശോധിച്ചിട്ട് വിദ്യാഭ്യാസ നയത്തിൽ മാറ്റങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് ജനാർദ്ദന കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു. പിന്നെ വന്നതാണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞത്. അദ്ദേഹം കൊണ്ടുവന്നത് ഭാരമില്ലാത്ത പഠനം, പാഠപുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കുക, പാഠ്യപദ്ധതി കേന്ദ്രീകരിപ്പിക്കുക, അധ്യാപകർക്ക് പരിശീലനം നൽകുക, ശിശു സൗഹൃദ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക. പിന്നെ വന്നതാണ് സൈക്യ കമ്മിറ്റി. അവർ ഈ 73-74 ഭേദഗതി പ്രകാരമുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശകങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം 2020. അത് നമ്മൾ ഒരുപാട് അതിൽ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ ഘടനയെ അവർ മാറ്റി. 10+2 എന്നുള്ളത് 5+3+3+4 എന്നാക്കി. 12 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പുറമെ 3 വർഷത്തെ പ്രൈമറി, 3 വർഷത്തെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വൈവിധ്യമാർന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കണം എന്ന് പറഞ്ഞു. കലയ്ക്കും ശാസ്ത്രത്തിനും പാഠ്യപദ്ധതിയിൽ പ്രാധാന്യം നൽകണം പറഞ്ഞു. 6ാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, 5ാം ക്ലാസ് വരെ നമ്മുടെ മാധ്യമമായിട്ട് മാതൃഭാഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇന്ത്യൻ ആംഗ്യ ഭാഷയെ രാജ്യത്തുടനീളം ഏകരൂപത്തിലാക്കണം എന്നും, ത്രിഭാഷാ പഠന സംവിധാനം ഉൾപ്പെടെ സംസ്കൃതവും മറ്റ് ക്ലാസിക്കൽ ഭാഷകളും ഇന്ത്യയിലെ സാഹിത്യങ്ങളും പഠിക്കാനുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷനുകൾ. സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തിന് മുൻപുമുള്ള ദേശീയ വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ്സുകൾ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റിലൂടെയെങ്കിലും അറിയിച്ചാൽ മാത്രം ഞങ്ങളുടെ ക്ലാസ് ഇത്തിരി കൂടി മെച്ചപ്പെടുത്താൻ പറ്റൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.